ഫ്രണ്ട്സ്, നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏത് ഗേളിനെ വേണമെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. ബട്ട് ഫ്രണ്ട്സ്, ഇത് 100%ഉം സത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ലോകത്തിലുള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ലൈക്ക് ജെഫ് ബെസോസ്, ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ജോണി ഡെപ്പ് ഇവരെല്ലാവരും ഡിവോഴ്സ്ഡ് ആണ്. ആക്ച്വലി ക്യാഷ് എന്നുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സിലെ ഒരു ഫാക്ടർ മാത്രമാണ്. ഇമാജിൻ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ബട്ട് നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻ അത്ര നല്ലതല്ലെങ്കിൽ എന്തെങ്കിലും സമാധാനം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? സോ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സിലെ ഒരു ഫാക്ടർ മാത്രമാണ് ഈ ഒരു ക്യാഷ് എന്നുള്ളത്. ഇതിനേക്കാളുമൊക്കെ ഉപരി ഒരുപാടധികം ഫാക്ടേഴ്സ് ഒരു റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം, എസ്പെഷ്യലി നിങ്ങളൊരു മെന്നാണെങ്കിൽ. കാരണം ഇന്നുള്ള മൂവീസ്, സോഷ്യൽ മീഡിയാസ് ഇതെല്ലാം ഒരു തെറ്റായിട്ടുള്ള പ്രൊജക്ഷനാണ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മളിലേക്ക് തരുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് മാർക്ക് മെൻസൺ എഴുതിയ മോഡൽസ് എന്ന ഈ ഒരു ബുക്കിൽ നിന്നാണ്. നമ്പർ 1, യൂസ് ഹോണസ്റ്റി ടു അട്രാക്ട്. പൊതുവെ ബോയ്സ് ഒരു ഗേളിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചില കള്ളങ്ങൾ അവരോട് പറയാറുണ്ട്. എന്നാൽ ഓതറിലൂടെ പറയുന്നു, കള്ളങ്ങളിലൂടെ അല്ലാതെ ത്രൂ ഹോണസ്റ്റിയിലൂടെ അവരെ ഇംപ്രസ് ചെയ്യണമെന്നുള്ളത്. ഞാനൊരു എക്സാമ്പിളിലൂടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർ ഒരു സിംഗറാണ്. സോ ആ ഒരു ഗേൾ നിങ്ങളെ അവരുടെ ഒരു പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് എല്ലാം തന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ബട്ട് നിങ്ങൾ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമും ആ ഒരു പെൺകുട്ടിയുടെ പാട്ടും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെൺകുട്ടി നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഒന്നാമതായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് ഹോണസ്റ്റായിട്ട് പറയാം, നിൻ്റെ പ്രോഗ്രാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇനി രണ്ടാമതായിട്ട് ആ ഒരു ഗേളിനെ സാഡാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം, നിൻ്റെ പ്രോഗ്രാം നന്നായിരുന്നു എന്ന്. സോ ഇതിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? മെജോറിറ്റി ആളുകളും രണ്ടാമത്തെ ആയിരിക്കും ചൂസ് ചെയ്യുക. ബട്ട് ഓതർ ഇവിടെ ഹോണസ്റ്റി വിത്ത് ലവ് ഇതിലൂടെ ആ ഒരു ഗേളിന് റിപ്ലൈ കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ ആ ഒരു ഗേൾ ചോദിച്ച ഉടനെ തന്നെ നിൻ്റെ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് അവരെ റിയലി ഹെർട്ട് ചെയ്യും. സോ ഇത് വേണ്ട. അവിടെ നിങ്ങൾക്ക് പറയാം, നിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന്. എന്നാൽ അടുത്ത ദിവസം അവരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം. അതും അവരെ ഹെർട്ട് ചെയ്യാത്ത രീതിയിൽ വളരെ ക്വയറ്റായിട്ട് നിങ്ങൾക്ക് പറയാം, നിൻ്റെ പ്രോഗ്രാം നന്നായിരുന്നു, എന്നാൽ ആ ഒരു സ്ഥലത്ത് നീ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ നീ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഈ ഒരു ഹോണസ്റ്റി വിത്ത് ലവ് കേൾക്കാൻ സുഖമുള്ള നുണകളെക്കാളും എല്ലാ ഗേൾസിനും ഇഷ്ടപ്പെടും. കാരണം മെജോറിറ്റി ആണുങ്ങളും ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാടധികം കള്ളങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മാത്രം ഇത്തരത്തിൽ ഒരു വിഷയത്തെ ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വുമണിന് നിങ്ങളുടെ മേലെ സൈക്കോളജിക്കലി അട്രാക്ഷൻ തോന്നും. നമ്പർ 2, ഹാവ് യുവർ ഓൺ ലൈഫ്. ഒരുപാട് മൂവീസിൽ ഹീറോയിൻ്റെ പിന്നാലെ നീയാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ലവ് BGM ഉണ്ടായിരിക്കും. എന്നാൽ റിയാലിറ്റിയിൽ ഒരു ആൺ ഇത്തരത്തിൽ നീയാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞ് ആ ഒരു ഗേളിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഗേളിന് ബി അവൻ്റെ മേലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ പിന്നീട് അവൻ്റെ മേലെയുള്ള ഒരു ഇൻട്രസ്റ്റ് പതിയെ കുറയാൻ തുടങ്ങും. കാരണം ഓൾറെഡി ഒരു വുമണിൻ്റെ ലോകമെന്നുള്ളത് അത് വളരെ ചെറുതായിരിക്കും. ഫാമിലി, പഠിപ്പ്, വർക്ക് എന്നിങ്ങനെ. സോ ഈ ഒരു ചെറിയ ലൈഫിൽ അകപ്പെട്ട് അവർ വളരെയധികം ബോറടിക്കുന്നുണ്ടായിരിക്കും. സോ അവരുടെ ഒരു മെൻറ്റാലിറ്റി അപ്പോൾ എങ്ങനെയായിരിക്കും എന്നാൽ അവരുടെ ലൈഫിലേക്ക് വരുന്ന അവരുടെ പാർട്ട്ണർ അവരുടെ ലൈഫിനെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആക്കും എന്നുള്ളതായിരിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയി നീയാണ് എൻ്റെ ലോകമെന്ന് ആ ഒരു ഗേളിനോട് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റഡീസ്, കരിയർ ഇതൊക്കെ വിട്ട് അവളുടെ പുറകെ പോവുകയാണെങ്കിൽ പതിയെ നിങ്ങളൊരു ബോറിംഗ് ആയിട്ടുള്ള പേഴ്സണായിട്ട് ആ ഒരു ഗേളിന് തോന്നും. ആൻഡ് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, ഇൻട്രസ്റ്റ് ഇതൊക്കെ പതിയെ നഷ്ടപ്പെടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ബിസി ആയിട്ടുള്ളൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഹോബീസിനെ ഫോളോ ചെയ്യുക, പണം സമ്പാദിക്കുക, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്നുള്ളത്.
അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ലവ്, റിലേഷൻഷിപ്പ് എന്നിവ വരാൻ പാടുകയുള്ളൂ. അതായത് ഓൾറെഡി നിങ്ങളുടെ ലോകം എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോകത്തേക്ക് ആ ഒരു വുമണിനെ നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളുടെ മേലെ ട്രസ്റ്റും അട്രാക്ഷനൊക്കെ തോന്നുകയുള്ളൂ. സോ ലവ്, പാർട്ട്ണർ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ ലൈഫിനായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളിലേക്ക് മാത്രമേ സൈക്കോളജിക്കലി ഒരു വുമൺ അട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. നമ്പർ 3, ആൾവേസ് സ്മെൽ ഗുഡ്. ഒരാൾ കാണാൻ എത്ര സ്മാർട്ടാണെങ്കിലും അയാളുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് അയാളിൽ നിന്ന് വരികയാണെങ്കിൽ ഇത് അയാളോടുള്ള അട്രാക്ഷൻ കുറയാൻ കാരണമാകും. ഈവൻ ബോയ്സിനും ഒരു ഗേളിൻ്റെ അടുത്ത് നിന്ന് ബാഡ് സ്മെല്ല് വരികയാണെങ്കിൽ ഇത് അവരോടുള്ള അട്രാക്ഷൻ കുറയാൻ കാരണമാകും. ആക്ച്വലി ഇത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ ബോഡി സ്മെൽ പ്ലസൻ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായിട്ട് നിങ്ങൾ വില കൂടുതലുള്ള പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന ഒരു പെർഫ്യൂം യൂസ് ചെയ്ത് നല്ലൊരു ഹൈജീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി സ്മെൽ പ്ലസൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ബോഡി സ്മെല്ലിനും അട്രാക്ഷൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. മനുഷ്യൻ കാട്ടിൽ പ്രാചീന കാലത്ത് ഒരു മൃഗത്തെ പോലെ കഴിഞ്ഞിരുന്നപ്പോൾ ഈ ഒരു ബോഡി സ്മെല്ല് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു തൻ്റെ ഇണയെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ഇപ്പോഴും മറ്റു മൃഗങ്ങളെല്ലാം തൻ്റെ ഇണയെ അട്രാക്റ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഈ ഒരു ബോഡി സ്മെല്ലാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് മനുഷ്യന് പരിണാമം സംഭവിച്ചെങ്കിൽ പോലും ഇപ്പോഴും അവൻ്റെ ജീനിൽ ഈ ഒരു കാര്യം കിടക്കുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് ഒരാളുടെ പ്ലസൻറ്റ് സ്മെൽ ഓപ്പോസിറ്റ് ജെൻഡറെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. നമ്പർ 4, ബി ദ ഇനിഷ്യേറ്റർ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആൺ സ്വയം കാര്യങ്ങളെല്ലാം ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്യുന്നത് വുമണിന് സൈക്കോളജിക്കലി ഇഷ്ടപ്പെടും. ഒരു എക്സാമ്പിളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഗേളിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സോ അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് എവിടേക്ക് പോകണം, ഏത് ഫുഡ് കഴിക്കണമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകാം, എന്ത് കഴിക്കാമെന്ന് ആ ഒരു വുമണിനോട് ചോദിക്കുന്നത് അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു മെയിലാണ് തീരുമാനിക്കേണ്ടത് ഒരു ഡേറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങോട്ട് പോകണം, എന്ത് കഴിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുക്കുന്നത് ആ ഒരു വുമണിന് സൈക്കോളജിക്കലി ഇഷ്ടപ്പെടും. എന്നാൽ എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടേത് മാത്രമായിരിക്കരുത്. അതായത് ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വുമണിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. നിങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സജഷൻ കൂടി ആ ഒരു വുമണിനോട് ചോദിക്കണം. അതായത് നമുക്ക് ഇത് കഴിക്കാം, നിനക്ക് ഓക്കെ അല്ലേ, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, നീ റെഡിയല്ലേ, ഇങ്ങനെ വേണം നിങ്ങൾ ആ ഒരു വുമണിനെ ട്രീറ്റ് ചെയ്യാൻ. സോ ഇതിലൂടെ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത പോലെ ഉണ്ടായിരിക്കും, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഗേളിനെ റെസ്പെക്റ്റ് ചെയ്ത പോലെയും ഉണ്ടായിരിക്കും. കാരണം പണ്ട് കാലം മുതലേ ഒരു ആണാണ് തൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വാളിറ്റി എല്ലാ മെൻസിൽ നിന്നും വുമൺസ് എക്സ്പെക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അവർ കൂടുതലും അട്രാക്റ്റ് ആയിട്ട് മാറും. നമ്പർ 5, ബി അൺഎക്സ്പെക്റ്റഡ്. 2001 അമേരിക്കയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വളരെയധികം ഫേമസ് ആയിട്ട് മാറി. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരു കാറ് കാണിക്കും, കാറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. കാറിൻ്റെ ഉള്ളിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയും ഉണ്ടായിരിക്കും. സോ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഓഡിയൻസ് ഇതൊരു കാറിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണെന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു ആഡിൻ്റെ എൻഡിൽ ആ ഒരു കാറിനെ മറ്റൊരു കാറ് വന്നിട്ട് ഇടിക്കും. ഇത് ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് സീറ്റ് ബെൽറ്റ് ഇടണമെന്നുള്ള അവയർനെസ് നൽകാൻ ഗവൺമെൻറ് ഇറക്കിയ ഒരു അവയർനെസ് വീഡിയോ ആയിരുന്നു. ഇത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ആഡെന്ന് അത്രയേറെ ഫേമസ് ആയിട്ട് മാറിയത്. ഇനിയൊരു മൂവി ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ അതിൽ ഇത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ ഓഡിയൻസിനെ അത് സർപ്രൈസ് ചെയ്ത് വളരെ എൻഗേജ്ഡ് ആക്കി മാറ്റും. ഇതുപോലെ നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറണമെങ്കിൽ അപ്പോൾ നിങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോട് റിവീൽ ചെയ്യാതിരിക്കുക. മെജോറിറ്റി പുരുഷന്മാരും ഈ ഒരു തെറ്റ് ചെയ്യുന്നു. അതായത് അവർ റിലേഷൻഷിപ്പിലേക്ക് കടന്ന ഉടനെ തന്നെ അവരെ പറ്റിയിട്ടുള്ള എല്ലാ സീക്രട്സും അവരുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യുന്നു. അതായത് അവരുടെ ഫാമിലി സീക്രട്സ്, ലൈഫിലെ ബാഡ് മൊമെൻറ്റ്സ്, നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ പാർട്ട്ണറോട് ഷെയർ ചെയ്യുന്നു. ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. കാരണം നിങ്ങളെപ്പറ്റി ഇനി അറിയാൻ ഒന്നുമില്ല എന്നുള്ള ഈ ഒരു ഫീല് സൈക്കോളജിക്കലി അവരെ ട്രിഗർ ചെയ്യും. സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരാളോട് റിവീൽ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കായിട്ടുള്ള ചില സീക്രട്സ്, മിസ്റ്ററീസ് ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നിങ്ങളെ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാക്കി മാറ്റും. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലുടനീളം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്.
സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.